ഒരു വലിയ കാലം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ കാലത്ത് നമ്മളുണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അവർ നേടും, പക്ഷെ നമ്മൾ നഷ്ടപ്പെടുമെന്ന് പേടിക്കണം. ഒരു ജനത ഇവിടെ വരാൻ പോകുന്നുണ്ട്. ആ ജനത വല്ലാത്ത ജനതയായിരിക്കും. അവർക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പൊരുത്തം കിട്ടും. അവർ മഹ്ദിമാമിൻ്റെ കൂടെ ഉണ്ടാവും. റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ ജനതയുടെ മുൻഗാമികളാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാവണം. മറ്റൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ മുഹമ്മദിയ അഴകിലേക്ക് ചേർന്ന് നിൽക്കുക. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം വേണ്ടേ വേണം, നോമ്പ് വേണ്ടേ വേണം, പക്ഷെ റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാവും പകലും സ്വലാത്തില്ല, പിന്നെ ബാക്കിയൊക്കെ അള്ളാഹു ലെവലാക്കി തരും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ, അള്ളാഹു 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 തൗഫീഖ് തരട്ടെ. നമ്മൾ ചെയ്യുന്ന നമുക്ക് ഫലിക്കണമെങ്കിൽ ആദ്യം തടിയുടെ കേട് പോകണം. സ്വലാത്ത് കേടുകളെ ചില വൈദ്യന്മാരെടുത്ത് ചെന്നാൽ വൈദ്യന്മാർ ആദ്യം ചെയ്ത എന്താണ്? വയറിളക്കാല മരുന്നാണ്. അത് സത്യത്തിൽ ഔഷധമല്ല. മനസ്സിലായില്ല? തിന്നതും കുടിക്കുന്നതും തടിമക്ക് പിടിക്കാത്തതാണ് എൻ്റെ കേട്. ആദ്യം തടിയിലുള്ള തീട്ടം പുറത്തേക്ക് പോകണം. അങ്ങനെയല്ലേ പറയും മനുഷ്യന്മാർ? വയറിളക്കാനുള്ള മരുന്ന് ഔഷധമല്ലടോ. തടിമലേക്കുള്ള ഔഷധമാണോ വയറിളക്കാനുള്ള മരുന്ന്? അല്ല. പിന്നെ എന്താ നിൻ്റെ രോഗം? നിൻ്റെ രോഗം വൈദ്യർക്ക് മനസ്സിലായി. എന്ത്? ഈ തിന്നണീ തന്നെ ഔഷധമുണ്ട്, പക്ഷെ അത് നിൻ്റെ തടി എടുക്കണില്ല. കാരണം നിൻ്റെ തടിയിൽ വേസ്റ്റ് കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യർ എന്ത് ചെയ്തു? നിനക്ക് ഔഷധത്തിൻ്റെ ആവശ്യമില്ല, തിന്നണ കഞ്ഞും ചോറും നിന്നാൽ തന്നെ നിനക്ക് എല്ലാം കിട്ടും. പക്ഷെ അത് തടിമ പിടിക്കാത്ത ചില കെടുമ്പുകൾ നിൻ്റെ തടിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അത് പുറത്തേക്കാണ് പോകണം. അതെന്നെയാ സ്വലാത്ത്. സ്വലാത്ത് എന്ന് പറഞ്ഞ സാധനം എന്താ? നമ്മളെ തടിയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അങ്ങനെ പോകും. ഇങ്ങനെ അപ്പം വന്ന് നിസ്കാരം ഫലിക്കും, നോമ്പ് ഫലിക്കും, സക്കാത്ത് ഫലിക്കും, ഹജ്ജ് ഫലിക്കും. മനസ്സിലായേ പറഞ്ഞത്? അപ്പം നമ്മളെ ഇങ്ങനെ അതിങ്ങനെ ശുദ്ധീകരണം നടന്നുകൊണ്ടേയിരിക്കും. എന്ത് ചൊല്ലുമ്പോൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അങ്ങനെ ചെല്ലുന്നതനുസരിച്ച് നമ്മളെ ശരീരത്തിലും ആത്മാവിലും അടിഞ്ഞുകൂടിയ കേടൊക്കെ അങ്ങനെ പോകും. എല്ലാം അങ്ങനെ പോകും. പിന്നെ നമുക്ക് നോമ്പ് ഉപകരിക്കും. മനസ്സിലായില്ലേ? ഇനി ഒന്നും വേണ്ട. പിന്നെ വൈദ്യരെത്തി വരുമ്പോൾ വൈദ്യർ പറയും ഒന്നും വേണ്ട, റാഹത്തായുണ്ടോ, ഒരു കുഴപ്പമില്ല, ഒന്നും കേടില്ല. ഇതൊരു തടിക്കത് പിടിക്കൂലായിരുന്നു. സ്വലാത്ത് അങ്ങനെ ഇല്ല മതി. മനസ്സിലായില്ലേ പറഞ്ഞത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞതാണ്. എന്ത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. അതെല്ലാവരും ഓതണം, ദായിമായി ഓതണം. ഭയങ്കര അത്ഭുതങ്ങൾ കിടക്കുന്നുണ്ട്. അത് ദായിമാക്കി ഓതിയാൽ ഈമാൻ കിട്ടിയ മരിക്കുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ രഹസ്യം പറഞ്ഞത്, അത് ദായിമായി ഓതുന്നവർ ഈമാനില്ലാതെ മരിക്കൂല. എങ്ങനെ തന്നെ മരിക്കുള്ളൂ, ഈമാൻ കിട്ടിയ മരിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ആയത്താണത്. എപ്പോഴും ഓതണം, എന്നും ഓതണം.